മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഷഹ്റുല്ലാഹില്ലദീ തദ്ഊനഹുൽ മുഹറം. റമദാൻ കഴിഞ്ഞിട്ടോ, റമദാൻ കഴിഞ്ഞാൽ പിന്നെയാണിത്. അള്ളാഹുവിന്റെ മാസം എന്നാ പറഞ്ഞത്. ഷഹ്റുല്ലാഹില്ലദീ തദ്ഊനഹുൽ മുഹറം, മുഹറം എന്ന് നിങ്ങൾ വിളിക്കുന്ന അള്ളാന്റെ മാസമായ മുഹറം ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല 12 മാസങ്ങളായിട്ട് അല്ലാഹു നിശ്ചയിച്ചതാണ്. അതിൽ 4 പരിശുദ്ധങ്ങളാണ്, ഹുറുമാണ്, മുഹറമാണ്, വളരെ പവിത്രമാണ്. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളോട് ദുൽമ ചെയ്യരുത്, നിങ്ങൾ നിങ്ങളോട് ദുൽമ ചെയ്യരുത്. അങ്ങനെ പറഞ്ഞാൽ ഈ 4 മാസത്തിൽ ദുൽമ ചെയ്യരുത്, അപ്പൊ 4 മാസം കഴിഞ്ഞാൽ പറ്റുന്നാണോ അതിനർത്ഥം? അല്ലല്ല, 4 മാസത്തിൽ എന്തായാലും എന്ത് ചെയ്യരുത്, അല്ലെങ്കിലും ചെയ്യരുത്. ഈ 4 മാസങ്ങളുടെ ശ്രേഷ്ഠത അങ്ങനെയാണ്. അതുകൊണ്ട് ആർക്കും ദുൽമ വരുന്നൊരു പണി നിങ്ങൾ ചെയ്തേക്കരുത്. അങ്ങനെയാണ് അതിന് ചില മുഫസ്സിരീങ്ങൾ അർത്ഥം കൊടുത്തത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അത്ഭുതകരമായ തഫ്സീറുണ്ട്. അവിടെ മഹാനവറുകൾ പറഞ്ഞു, ഫിൽ 12, ആ 4 മാസത്തിൽ ദുൽമ ചെയ്യരുതെന്നല്ല, ആ 12 മാസത്തിലും ദുൽമ ചെയ്യരുത്. 4 പവിത്രമാണ്. ഫലാ തദ്ലിമൂ ഫീഹിന്ന, അവകളിൽ എന്ന് പറഞ്ഞത് 4ലേക്ക് മാത്രമല്ല, 12 ഷഹറൻ, 12 മാസം എന്നല്ലേ പറഞ്ഞത്. ആ 12 മാസത്തിലും നിങ്ങൾ അക്രമം ചെയ്യരുത്, നിങ്ങളുടേതല്ലാത്തത് ആരോട് പിടിച്ചു വാങ്ങല്ലേ, പലരുടെയും അവകാശം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പിടിച്ചു വെക്കരുത്, കൊടുത്തേക്കണേ. ആരെങ്കിലും മാനസികമായി പീഡിപ്പിക്കരുത്, തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാതെ ഇടങ്ങാറാക്കരുത്, നിങ്ങൾ ആരെയും ദുൽമ ചെയ്യരുത്. എപ്പോ? ഈ 12 കൊല്ലം മുഴുവൻ. പിന്നെ സമയമില്ലല്ലോ, മരിക്കോളം തന്നെ നിയമം. ദുൽമ പാടില്ല, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു വിഷയം. മനുഷ്യൻ ഓരോരുത്തരും ഉമ്മാന്റെ വയറ്റുന്ന് പോകുന്നത് അവനവന്റെ ഒരു കൃത്യമായൊരു എക്സിസ്റ്റൻസ് അള്ളാഹു നൽകിയിരിക്കുക. ആരും ആരുടെയും അസ്തിത്വത്തിന്റെ മേൽ കൈവെക്കരുത്. നമുക്ക് ജീവിക്കാൻ അവകാശമുള്ള പോലെ പുറത്താൾക്ക് അവകാശം. ഏത് നാട്ടിൽ നിന്ന് വന്നവനാവട്ടെ, ഏത് പാസ്പോർട്ടുള്ളവ, ഏത് ഭാഷ സംസാരിക്കട്ടെ, ആരും ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും അള്ളാഹു മുസ്തഖില്ലൻ, ഓരോരുത്തർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു സംവിധാനം അള്ളാഹുന്റെ ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. ആരും ആരെയും അതിക്രമിക്കരുത്, ആരുടെയും അവകാശത്തിന്റെ മേൽ കൈവെക്കരുത്. ആ നിയമം നിലനിൽക്കെ തന്നെ ഈ 4 മാസങ്ങൾ നിർബന്ധമായും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ ആ 4 മാസങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് സലാസുൻ മുതവാലിയാസുൻ, 4 മാസം തുടരെയാണ്. ഇരിക്കട്ടെ, ഈ 12 അറബി മാസം പഴക്കാതെ ചൊല്ലാൻ അറിയുന്നവരൊന്ന് കൈപൊക്കിയാട്ടെ. നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ ശറഅ കണക്കാക്കിയ, അതായത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇപ്പോ ഹിജ്റ വന്നതിന് ശേഷം റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തും കഴിഞ്ഞ്, ഹിജ്റ കഴിഞ്ഞ് 10 വർഷം വരെ നബി തങ്ങൾ മദീനയിൽ താമസിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞിട്ട് തങ്ങൾ വഫാത്താകുന്നു. ഹിജ്റയുടെ 17ാമത്തെ വർഷമാണ് ഹിജ്റ കലണ്ടർ നിയമത്തിൽ വരുന്നത്. ഹിജ്റയുടെ 17ാം വർഷം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് 7 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഹിജ്റ കലണ്ടർ വരുന്നത്. ആരായിരുന്നു അന്നത്തെ ഖലീഫ? ആരായിരുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 7 ആയിട്ടുള്ളൂ. 2 വർഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 10 വർഷം ഉമർ തങ്ങൾ, 12 വർഷം ഉസ്മാൻ തങ്ങൾ, 6 വർഷം അലി റളിയല്ലാഹു അൻഹു. അപ്പൊ ടോട്ടൽ എത്ര വർഷമായി? 30 വർഷം. അൽ ഖിലാഫത്തു ബഅദി 30 സന, എന്റെ കാലശേഷം ഖിലാഫത്ത് 30 കൊല്ലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അത്ഭുതകരമായ ഹദീസാണ്. തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പേ പറഞ്ഞു, അൽ ഖിലാഫത്തു ബഅദി 30 സന, 30 കൊല്ലമാണ് സത്യസന്ധമായ ഖിലാഫത്ത് എന്റെ കാലശേഷം നടക്കുക. സുമ്മ യകൂനു മുൽക്കൻ ഗളൂള, പിന്നെ അതിക്രമങ്ങൾ നടക്കുന്ന രാജഭരണം വരാനുണ്ട് എന്ന് പറഞ്ഞു. സിദ്ദീഖ് തങ്ങൾ 2 കൊല്ലം, ഉമർ തങ്ങൾ 10, 12, ഉസ്മാൻ തങ്ങൾ 12 കൊല്ലം 24, അലി തങ്ങൾ 6 കൊല്ലം 30 കൃത്യമാണ്. അൽ ഖിലാഫത്തു ബഅദി 30 സന. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അബൂ മുസ അശ്അരി തങ്ങളാണ് ഈ സംഭവം പറഞ്ഞത്. അന്ന് ഞങ്ങൾക്ക് ചീന റസായിലു മിൻ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് ഞങ്ങൾക്ക് വരും. അപ്പോ അവരൊക്കെ പല രാജ്യങ്ങളിലും ഗവർണർമാരായിട്ട് ജോലി ചെയ്യാണ്. ഉമർ തങ്ങൾ എഴുതുക, ഈ ഷഅബാനിൽ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ റജബിൽ ഇങ്ങനെയൊക്കെ വരുമ്പോ ഈ കത്തെത്താൻ ഒരുപാട് സമയമെടുക്കും. അപ്പോ ഇത് ഏത് റജബാണ്? കഴിഞ്ഞ റജബിനെ കുറിച്ചായിരുന്നോ ഈ പറഞ്ഞത്? എന്തെങ്കിലും വിഷയം അങ്ങനെ ഉണ്ടാവും.
അവ വരാൻ പോകുന്ന റജബാണോ കഴിഞ്ഞതാണോ ഒരു കാലഘട്ടത്തെ ബേസ് ചെയ്യാൻ പറ്റുന്നില്ല. അന്നൊക്കെ സ്വഹാബിമാര് കൃത്യമായൊരു സമയം, ഒരു സംഭവം നടന്നാൽ ആ സംഭവത്തെ ആസ്പദമാക്കിയിട്ട് സംഭവങ്ങളൊക്കെ പറയാം. ബദർ യുദ്ധം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവന്റെ കല്യാണം ഉണ്ടായത്, അങ്ങനെ പറയും. ഉഹദ് കഴിഞ്ഞ് 4-ാം മാസത്തിലാണ് ഇവരെ പ്രസവിക്കപ്പെട്ടത്. അന്നത്തെ സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടാ പറയാം. അപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു സ്വഹാബികളോട്, നമുക്കൊരു കലണ്ടർ വേണ്ടേ? ഹുർമുസാനുൽ ഫാരിസി അദ്ദേഹം പറഞ്ഞു ഉമർ തങ്ങളോട്, പേർഷ്യക്കാരുടെ കലണ്ടർ ഉണ്ട്, നമുക്കത് സ്വീകരിച്ചാൽ എന്താ? മുസ്ലിം പറഞ്ഞു അത് വേണ്ട, അവർ തീയാരാധകരല്ലേ. റോമക്കാരും ഗ്രീക്കുകാരും ഉപയോഗിക്കുന്ന കലണ്ടർ ഉണ്ട്, നമുക്ക് അത് ആലോചിച്ചാൽ എന്താന്ന് ചോദിച്ചു. അത് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്നാ പിന്നെ എന്താവണം? മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. ഉമർ തങ്ങൾ പറഞ്ഞു, എനിക്ക് തോന്നുന്നു മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ ദിവസം എന്ന് അല്ലാഹു തആല പറഞ്ഞില്ലേ, ആ ദിവസം ഏതാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കാലുകുത്തിയ ദിവസമാണ്. അതാണ് അല്ലാഹു പറഞ്ഞ ആദ്യ ദിവസം മുതൽ തഖ്വയിൽ അധിഷ്ഠിതമായ പള്ളി എന്ന് പറഞ്ഞ മസ്ജിദ് ഖുബാ. ഖുബാ പള്ളിയെ സംബന്ധിച്ചാണ് പറഞ്ഞത്. മസ്ജിദുൽ ഇറാർ ചരിത്രമൊക്കെ നമ്മൾ കേട്ടതാണ് അല്ലെ. ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളി. ലാ തഖും ഫീഹി അബദ, നബിയെ നിങ്ങൾ ഒരിക്കലും നിസ്കരിക്കരുത്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ. ആദ്യ ദിവസം മുതൽ തഖ്വയിൽ സ്ഥാപിക്കപ്പെട്ടൊരു പള്ളിയുണ്ടല്ലോ നബിയെ. لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين. നബിയെ, നല്ല മനസ്സുശുദ്ധിയുള്ള ആളുകൾ ആ പള്ളിയിലുണ്ട് നബിയെ. അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളാണ് ആ പള്ളിയിലുള്ളത്. ആ പള്ളി ആദ്യ ദിവസം മുതലേ തഖ്വയിൽ നിർമ്മിക്കപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ തങ്ങൾ മദീനയിലേക്ക് വന്നിട്ട് ഒട്ടകം മുട്ടുകുത്തിയില്ലേ, തങ്ങൾക്ക് വീട് വേണം. ഓരോരുത്തർ വിളിച്ചു, നബി എന്റെ വീട്ടിൽ. തങ്ങൾ പറഞ്ഞു, എന്റെ ഒട്ടകം എന്റെ ഒട്ടകത്തെ വിട്ടേക്കണേ, അത് അള്ളാഹുവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒട്ടകമാണ്. ആ ഒട്ടകം മുട്ടുകുത്തുന്നു. ആ ഒട്ടകം മുട്ടുകുത്തിയിടത്ത് നബി തങ്ങൾ വീട് വെക്കാൻ വേണ്ടി പറഞ്ഞു. അത് നബിയുടെ വീടല്ല, ആർക്കുള്ള വീടാണ്? അള്ളാഹുവിനുള്ള വീടാണ്. ആദ്യമായി നബി തങ്ങൾ ചെയ്ത പണി അതാണ്, അള്ളാഹുവിനൊരു വീട് വെച്ചു കൊടുത്തു. പിന്നെ നബി തങ്ങൾ താമസിക്കാൻ സംബന്ധിച്ച് ആലോചിക്കുന്നത് ആ പള്ളിയാണ് മസ്ജിദ് ഖുബാ. ആ ഖുബായിനെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹു ഒരു ദിവസത്തെ പറഞ്ഞു, ആദ്യ ദിവസം. അപ്പൊ നമുക്ക് അതുമുതൽ കണക്കാക്കിയാൽ മതിയല്ലോ. ആ സംഭവം ഹിജറയാണ്. എന്നാ പിന്നെ നബി തങ്ങളുടെ ജനനമോ വഫാത്തോ സംബന്ധിച്ചുള്ള ചർച്ചകൾ മഹാന്മാർ നടത്തുന്നുണ്ട്. എന്തേ സ്വഹാബികൾ അങ്ങനെ ചെയ്യാതിരുന്നത് എന്നതിനെ സംബന്ധിച്ച്. സ്വഹാബികൾക്ക് ഏറ്റവും ഓർമ്മയുള്ളൊരു സംഭവം അതിൽ നബിയുടെ വഫാത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രാമത്തെ വർഷമാണതെന്നും ഏത് മാസമാണതെന്നും ഏത് ദിവസമാണ് ഏത് മണിക്കൂറിലാണ് നടന്നത്, ഇതെല്ലാം കൃത്യമായി സ്വഹാബത്തിനറിയാം. നബി തങ്ങളുടെ ജനനത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ചരിത്ര പണ്ഡിതന്മാർ പറയാറുണ്ട്. പ്രബലമായ അഭിപ്രായമാണ് നമ്മൾ സ്വീകരിക്കുന്നത്, റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നത്. തങ്ങളുടെ വഫാത്തും റബീഉൽ അവ്വൽ 12 തന്നെ. പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങളില്ല വഫാത്തിനെ സംബന്ധിച്ച്. അങ്ങനെ ഇല്ല. അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് സ്വഹാബികൾ അത് നമ്മുടെ കലണ്ടറായി സ്വീകരിച്ചില്ല എന്നൊരു ചർച്ചയുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. അതിന് കാരണം പറഞ്ഞത് മറ്റൊന്നല്ല, തങ്ങളുടെ വഫാത്ത് വളരെ സങ്കടപ്പെടുത്തുന്നൊരു വിഷയമല്ലേ. അത് ഓർക്കാൻ ഉമ്മത്തിന് മനസ്സ് കഴിയില്ല. തങ്ങളുടെ വഫാത്തിനെ എങ്ങനെ നമ്മൾ അത് ബേസ് ചെയ്യും? അത് ഏറ്റവും മുഅ്ലിമായൊരു സംഭവമല്ലയോ, വേദനിപ്പിക്കുന്നൊരു സംഭവമല്ലേ? അത് വേണ്ട. എന്നാൽ ഹിജ്റ എന്നത് ഹിജ്റത്തു ഫത്ഹിൻ, ഇസ്ലാമിന് ശക്തിയും മുസ്ലിം ഉമ്മത്തിന് വിജയവും അല്ലാഹു നൽകിയത് ഹിജ്റയിലൂടെയാണ്. മദീനത്തേക്ക് വന്നപ്പോഴല്ലേ ഇസ്ലാം പ്രചരിച്ചത്, മദീനയിലല്ലേ ഇസ്ലാമിന് അല്ലാഹു ശക്തി നൽകിയത്, മദീനത്ത് വന്നപ്പോഴല്ലേ ആളുകളുടെ എണ്ണം കൂടിയത്. സുബ്ഹാനല്ലാഹ്, 10 കൊല്ലം നബി തങ്ങളുടെ കൂടെ 13 കൊല്ലം 13 വർഷം മക്കയിൽ നബി തങ്ങൾ ദഅവത്ത് ചെയ്തിട്ട് നബി തങ്ങൾക്ക് കിട്ടിയത് 250 സ്വഹാബികളെയാണ്. സ്വഹാബിയാത്തുകൾ വേറെയുണ്ട്. 250 ആളുകൾ. എത്ര? 13 കൊല്ലത്തെ നബി തങ്ങളുടെ അധ്വാനം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 13 കൊല്ലത്തെ അധ്വാനം 250. ഹിജ്റ വരുന്ന 250ഓളം സ്വഹാബികളാണ്. ഹിജ്റ വരാത്ത എണ്ണപ്പെട്ട വളരെ ചെറിയ സംഖ്യ വേറെയുണ്ട്. എന്നാലും മെയിൻ നോക്കിയ 250. 13 കൊല്ലം. മദീനയിൽ നിന്ന് 10 വർഷം നബി തങ്ങൾ ജീവിച്ചിട്ട് 10ാമത്തെ കൊല്ലം തങ്ങൾ ഹജ്ജ് ചെയ്യുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹജ്ജില് നബി തങ്ങളുടെ അവസാനത്തെ പ്രഭാഷണം കേൾക്കാൻ അവിടെ വന്നത് എത്രയാ? 1,23,000.
അതാണ് മാറ്റം. 250 നിന്ന് 1,23,000. അത് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നവര്, അത്രയും യാത്ര അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരും ശാരീരിക വൈകല്യങ്ങളും പ്രയാസമുള്ളവര് വേറെയുണ്ട്. എത്രയോ മുഅ്മിനീങ്ങളായ സ്വഹാബിയാത്തുകൾ അല്ലെ, എത്രയോ മുഅ്മിനത്തുകൾ വേറെയുണ്ട്. അത്രയും വലിയൊരു വിജയം അള്ളാഹു നൽകിയത് ഹിജ്റയിലൂടെയാണ്. ആ ഒരു ഹിജ്റയാവട്ടെ, അതല്ലേ അള്ളാഹു അവ്വൽ യൗം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അബൂ മൂസ അശ്അരി നമ്മൾ ഇനി മുതൽ ഹിജ്റയെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ കലണ്ടർ ആരംഭിക്കുകയാണെന്ന് സയ്യിദുന ഫാറൂഖ് ഹാദിഹിൽ ഉമ്മ ഷഹീദുൽ മിഹ്റാബ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അങ്ങനെ പ്രഖ്യാപിക്കുകയാണുണ്ടായത്. അതാണ് ഹിജ്റ വർഷത്തിന്റെ ആരംഭം. അത് നടക്കുന്നത് ഹിജ്റയുടെ 17ാമത്തെ വർഷമാണ്. ഹിജ്റ കലണ്ടർ ആസ്പദമാക്കുന്നത് ഹിജ്റയുടെ 17ാം വർഷമാണ്. ഹിജ്റ നടന്നത് ഏത് മാസത്തിലാണപ്പോ? പെട്ടെന്ന് കൈവയ്ക്കട്ടെ. ഏത് മാസത്തിലാണ് ഇപ്പൊ ഹിജ്റ നടന്നത്? മുഹറം ആണോ? അല്ല, ഹിജ്റ നടന്നത് മുഹറത്തിലല്ല. നമ്മുടെ വർഷം എങ്ങനെ കണക്കാക്കുന്നത്? അപ്പൊ പിന്നെ ഏതായിരുന്നു? 3 സ്വലാത്ത് ചൊല്ലിട്ട് പറയാം അല്ലെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله. പരിശുദ്ധമായ ഹിജ്റ നടക്കുന്നത് ഏത് മാസത്തിലാണ് നമ്മൾ പറയാൻ പോണത്? റബീഉൽ അവ്വൽ 12-നാണ്. മാഷാ അല്ലാഹ്. അതെന്തെങ്കിലും ആദ്യം പറയാന് ഒരു സെന്റ് കൊണ്ടുപോയെന്നല്ല. മുഹറം, സഫർ, റബീഉൽ അവ്വൽ. ഈ മാസത്തിലെ 3ാമത്തെ മാസമാണ് റബീഉൽ അവ്വൽ. നമ്മുടെ വർഷത്തിലെ, അറബ് വർഷത്തിലെ റബീഉൽ അവ്വൽ 12-ന് ചരിത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവിടെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയങ്ങൾ ഉണ്ടാവില്ല. അത് പിന്നാലെ നടന്നത് അങ്ങനെ ഉണ്ടാവുക. പക്ഷെ റബീഉൽ അവ്വലിലാണ്, റബീഉൽ അവ്വലിന്റെ ആ 10, 11, 12 അല്ലെങ്കിൽ 8, 9, 10, 11, 12 ആ ഒരു റേഞ്ചിൽ ചരിത്ര പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെടുത്തിയത് അതാണ്. 12 പ്രബലപ്പെടുത്തിയ ആലിമീങ്ങളുണ്ട്. അവിടെ മുതൽ അന്നാണ് ഹിജ്റ നടക്കുന്നത്. വല്ലാത്ത അത്ഭുതം. തങ്ങളുടെ ജനനം 12-ന്, റബീഉൽ അവ്വൽ 12-ന് തങ്ങളുടെ വഫാത്ത് നടക്കുന്നു. ആ റബീഉൽ അവ്വലിൽ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ നടക്കുന്നത്. അങ്ങനെ റബീഉൽ അവ്വൽ 12-നായിരുന്നു നബി തങ്ങൾക്ക് വഹീന്റെ തുടക്കമുണ്ടായത്. വഹീന്റെ തുടക്കം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കിതാബ് ബദിഇൽ വഹി, ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിൽ എങ്ങനെയാണ് നബി തങ്ങൾക്ക് വഹി തുടങ്ങിയത്? ആദ്യം തുടങ്ങിയത് വഹിയായിട്ട് ഖുർആൻ ഇറങ്ങുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ റമളാനിലാണ്. പക്ഷെ അതിന്റെ മുമ്പ് ഖുർആൻ വരുന്നതിന് മുമ്പ് നബിതങ്ങൾക്ക് ഇന്നമാ യറാ റുഅ്യാ സ്വാദിഖ, നബിതങ്ങൾക്ക് സത്യസന്ധമായ സ്വപ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. പച്ചയായിട്ട് തങ്ങൾ കാണും, ആ കണ്ടത് അങ്ങനെ തന്നെ സംഭവിക്കും. അങ്ങനെ ഒരുപാട് നാള് നബിതങ്ങൾക്ക് സത്യസന്ധമായ സ്വപ്നദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇഖ്റ ഇറങ്ങുന്നത്. അപ്പോ വഹീന്റെ കിതാബ് ബദിഇൽ വഹിയിൽ, വഹീന്റെ ആരംഭം എന്നാണ് ബുഖാരി ഇമാം അതിന് ടൈറ്റിൽ കൊടുത്തത്. അപ്പോ വഹി തുടങ്ങുന്ന ആരംഭ സംഭവങ്ങൾ ഉണ്ടായി തുടങ്ങിയത് റബീഉൽ അവ്വലിലായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരു സവിശേഷതയുള്ള ഒരു മാസമാണെന്ന് അല്ലാഹു തആല അതിന്റെ ഉള്ളിലൂടെ സൂചിപ്പിക്കുകയാണ്. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയാണ് ഒരു ടോട്ടൽ റാൻഡംനെസ് അങ്ങനല്ല. അല്ലാഹു തആല വളരെ ഓർഡർ ചെയ്തിട്ടാണ് കാര്യങ്ങൾ കൃത്യമായും വളരെ കൃത്യതയിലാണ് അല്ലാഹു തആല ചെയ്യുന്നത്. അപ്പോ റബീഉൽ അവ്വലിലാണ് ഹിജ്റ നടക്കുന്നത്. പക്ഷേ വർഷം കണക്കാക്കുമ്പോ എന്ത് ചെയ്യൂ? മുഹറം മുതൽ കണക്കാക്കി തുടങ്ങി. സത്യത്തിൽ ഹിജ്റ നടന്നത് റബീഉൽ അവ്വലിലായിരുന്നു, മുഹറത്തിലായിരുന്നില്ല. റബീഉൽ അവ്വലിന്റെ മുമ്പ്
സഫറുണ്ട്, സഫറിന്റെയും മുമ്പ് മുഹറം, അങ്ങനെയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ വർഷങ്ങളിൽ ആദ്യം തുടങ്ങാൻ പറഞ്ഞത് മുഹറമാണ്. അതുകൊണ്ട് മുഹറം തന്നെ ആവട്ടെ എന്ന് കണക്കാക്കിയാണ്, ഹിജ്റയുടെ മുഹറം കണക്കാക്കിയാണ് പോരുന്നത്. അത് ഇനി എത്രാമത്തെ വർഷമാണ് ഇപ്പൊ മുഹറം ആവാൻ പോകുന്നത്? നമ്മുടെ കലണ്ടറായി സ്വീകരിക്കേണ്ടത് അതാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോ 2018 എന്ന് പറയാം. ഈസാ നബി അലൈഹി സ്വലാം അന്ന് തന്നെയാണ് കൃത്യമായി ജനിച്ചത്, ജനുവരി 1 എന്ന് നമുക്ക് ആസ്പദമാക്കാൻ കഴിയുന്ന നമ്മുടെ ഒരു ആലിമീങ്ങളും നമ്മുടെ ഒരു റെക്കോർഡുകളിലും അങ്ങനെ സംഭവമില്ല. പക്ഷെ നമ്മളും അങ്ങനെ പറയാം. 2018 നമ്മൾ കണക്കാക്കി പോരുന്ന അങ്ങനെയാണ്. നമ്മൾ കണക്കാക്കേണ്ടത് എന്താണ്? ഹിജ്റ വർഷമാണ്. അത് നമ്മളെങ്കിലും എന്ത് ചെയ്യണം? അത് ഇല്ലായ്മയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിലനിർത്തിക്കൊണ്ടുവരണം. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഫ്ളലുസ് സിയാമി ബഅദ റമളാന ശഹ്റുല്ലാഹിൽ മുഹറം വഅഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുകൾ ശഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മുഹറം മാസത്തെ നോമ്പുകളാണ്. മുഹറം മാസത്തിൽ ധാരാളം മാസം മുഴുവൻ നോമ്പെടുക്കലും സുന്നത്താണ്. ഒരുപാട് നോമ്പ് വർദ്ധിപ്പിക്കാം. പിന്നെ നമ്മള് മുഹറം 9ഉം 10ഉം, 10ന്റേത് കൃത്യമായും വളരെ ശ്രേഷ്ഠമായത് 9ഉം അതുപോലെ. മുഹറത്തിൽ 9, 10 അല്ലെങ്കിൽ 9, 10, 11 ഇങ്ങനെ 10 മാത്രമായിട്ടല്ല, 10ന്റെ മുമ്പ് 9 കൂടെ നോമ്പെടുക്കുക. അല്ലെങ്കിൽ അത് പറ്റിയില്ലെങ്കിൽ 10 കഴിഞ്ഞാൽ 11ാമത്തെ ദിവസം കൂടെ നോമ്പെടുത്തിട്ട് എന്ത് ചെയ്യണം? 10ന്റെ കൂടെ മുമ്പോ ശേഷമോ ഒന്ന് കൃത്യമായി നമ്മൾ ചേർത്തെടുക്കണം എന്നാണ്. അത് മുമ്പ് 9 എടുക്കലാണ് ഏറ്റവും നല്ലത്. 9 എടുക്കുക, എന്നിട്ട് 10 എടുക്കുക. അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞാൽ ശ്രേഷ്ഠമായ നോമ്പുകൾ ഉള്ളത് ശഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മുഹറം മാസത്തെ നോമ്പുകളാണ്. വഅഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീള, ഫർള് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം സ്വലാത്തുൽ ലൈലി, രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ വന്ന് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്ത് വന്ന് നബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ തിരുദൂതരെ, അയ്യുൽ ലൈലി ഖൈർ വ അയ്യുൽ അശ്ഹുരി അഫ്ളലു, നബിയെ രാത്രിയിൽ ഏറ്റവും നല്ല സമയം ഏതാണ്? നമ്മൾ രാത്രി നിസ്കരിക്കണം, രാത്രി ഖുർആൻ ഓതണം, രാത്രി കുറച്ച് വിർദ് ചൊല്ലണം, ദിക്ർ ചൊല്ലണം ഒക്കെ ഉണ്ടാവുമ്പോൾ ഏത് സമയത്താ ചെയ്യേണ്ടത്? ഏതാ ഏറ്റവും നല്ല സമയം? നമുക്കൊക്കെ വരുന്നൊരു സംശയമാണത്. അബൂദർ ഗിഫാരി തങ്ങൾ ചോദിച്ചു, നബിയെ അയ്യുൽ ലൈലി ഖൈർ, രാത്രിയിലെ ഏത് സമയമാണ് ഏറ്റവും നല്ലത്? ഖാല ഖൈറുൽ ലൈലി ജൗഫുഹു, രാത്രിയിലെ ഏറ്റവും നല്ല സമയം അതിന്റെ ഏറ്റവും ഉള്ളിൽ കിടക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞ രാത്രിയുടെ മധ്യഭാഗം. റമളാൻ കഴിഞ്ഞാൽ പിന്നെ മുഹറമാണ് എന്നും പറയാൻ പറ്റൂല എന്നാണ്. ആശൂറ എന്ന് പ്രത്യേകത ഉണ്ട്. പക്ഷെ മുഹറം മാസത്തിൽ മൊത്തമുള്ള നോമ്പ്, അറഫയുടെ നോമ്പ് ആശുറയിനേക്കാൾ ശ്രേഷ്ഠതയുള്ള നോമ്പാണ് അറഫയുടെ നോമ്പ്. തുകഫിറു സനത്തൽ മാദിയ വസ്സനത്തൽ മുഖബില, വരാനുള്ള ഒരു വർഷവും കഴിഞ്ഞ ഒരു വർഷവും പൊറുപ്പിക്കുന്ന നോമ്പാണ് അറഫയുടെ നോമ്പ്, അല്ലേ? അയ്യാമുൽ ബീദിന്റെ നോമ്പ്, ഒരു മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിലെ നോമ്പ്, മറ്റു സവിശേഷമായ നോമ്പുകൾ, അതൊക്കെ മാറ്റിവെച്ചാൽ പിന്നെ ഉള്ള മുത്തലക്ക് നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠം മുഹറം മാസത്തിൽ നമ്മൾ നോക്കുന്ന നോമ്പാണ്. പക്ഷെ ആ മുത്തലക്കിനേക്കാളും ശ്രേഷ്ഠത വരും മുഹറത്തിലെ തന്നെ ആശുറയിന്റെ നോമ്പ്, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ്. അതിനെ സംബന്ധിച്ച് വേറെ ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു അത് നോക്കാനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ശഹ്റുല്ലാഹില്ലദീ തദ്ഊനഹുൽ മുഹറം. റമളാൻ കഴിഞ്ഞിട്ടോ, റമളാൻ കഴിഞ്ഞാൽ പിന്നെയാണിത്. അല്ലാഹുവിന്റെ മാസം എന്നാ പറഞ്ഞത്. ശഹ്റുല്ലാഹില്ലദീ തദ്ഊനഹുൽ മുഹറം, മുഹറം എന്ന് നിങ്ങൾ വിളിക്കുന്ന അള്ളാന്റെ മാസമായ മുഹറം ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ മാസം എന്ന് പറയാൻ കാരണം അലാ ശറഫിഹി വ ഫദ്ലിഹി തദുല്ലു അലാ ശറഫിഹി വ ഫദ്ലിഹി. ഹാഫിദ് ഇബ്നു റജബ് തങ്ങൾ പറയാം, അതിന് അല്ലാഹു നൽകിയ ശ്രേഷ്ഠതയാണ് ഇതിന്റെ കാരണം.
അള്ളാഹുവിന്റെ അള്ളാന്റെ ഒട്ടകം എന്ന് പറഞ്ഞില്ലേ സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെ കുറിച്ച് ശ്രേഷ്ഠത കൊണ്ടാണ്. അള്ളാന്റെ വീടാണ് കഅബ. ബൈത്തുല്ലാഹ് അൻ തുഹിറ ബൈതിയ ലിത്വാഇഫീന വറാകിഇ വറുക്ഇ സുജൂദ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭവനം എന്ന് കഅബയെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗം ബൈതിയ, അള്ളാന്റെ വീട്. അതിന്റെ ശ്രേഷ്ഠത കൊണ്ട് തന്നെ അത്രയും ശ്രേഷ്ഠമായ മാസമാണ് ഷഹ്റുല്ലാഹിൽ മുഹറം. റമദാൻ കഴിഞ്ഞാൽ സവിശേഷതയുള്ള മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാസം നമ്മുടെ വർഷത്തിലെ ആദ്യത്തെ മാസം മുഹറമാണ്. വർഷം അവസാനിക്കുന്നതും ഒരു സവിശേഷമായ മാസമാണ് അല്ലെ. നമ്മുടെ അറബ് വർഷം അവസാനിക്കുന്ന മാസം ഏതാണ്? നമ്മളിപ്പോ നിൽക്കുന്ന ദുൽഹിജ്ജ, അത് മുഹറമായ മാസമാണ്. യുദ്ധം ഹറാമായ മാസം, സവിശേഷമായ മാസം, വളരെ പവിത്രമായ 4 മാസങ്ങളിൽ ഒന്നുകൊണ്ടാണ് ഈ വർഷം ആരംഭിക്കുന്നത്. അങ്ങനത്തെ ഒരു വർഷം കൊണ്ടാണ് ഈ വർഷം അവസാനിക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വരികയാണ്, ഹിജ്റ ചെയ്ത് കടന്നു വരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തേക്ക് വന്നപ്പോ മദീനക്കാരെ നോമ്പ് നോൽക്കുന്നുണ്ട്. ഇതിന്റെ അത്ഭുതം എന്താ വെച്ചാല് ആശൂറയുടെ നോമ്പ് ജാഹിലിയ കാലം മുതൽ അറബികൾ നോൽക്കുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹദീസിൽ അത് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ മഹദി പറയുന്നു, ജാഹിലിയ കാലത്ത് നബി തങ്ങളുടെ വരവിന് മുമ്പ് തന്നെ ജാഹിലിയക്കാർ ആശൂറയുടെ നോമ്പ് നോൽക്കുമായിരുന്നു. അത് എന്തിനാ നോറ്റിരുന്നത് അറിയില്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാമോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമോ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ടായിരിക്കണം. മൂസാ നബിന്റെ ചരിത്രം അവർക്കറിയില്ല, മക്കക്കാർക്ക് അറിയുമായിരുന്നില്ല. അവര് ഇസ്മായിൽ നബിയിൽ നിന്നാണ് ദീൻ പഠിക്കുന്നത്, അവരുടെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന്. അന്നു മുതലേ ആശൂറയുടെ നോമ്പ് അവർ നോക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മക്കയിലെ 13 കൊല്ലം തങ്ങൾ ആശൂറ നോറ്റിട്ടുണ്ട്. മദീനയിൽ വന്ന് 2ാമത്തെ വർഷം വരെ നബി തങ്ങൾ നിർബന്ധിപ്പിച്ചു നോക്കുമായിരുന്നു ആശൂറയുടെ നോമ്പ്. ആശൂറയുടെ നോമ്പ് നോക്കാൻ വേണ്ടി പറയും. മദീനയിലേക്ക് നബി തങ്ങൾ കടന്നു വന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒരു ഹദീസ് തന്നെ ഉണ്ട്, തങ്ങൾ മദീനയിൽ മുഴുവനും ആളുകളോട് വിളിച്ചറിയിക്കാൻ വേണ്ടി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനക്കാരായ മുഴുവൻ ആളുകളോടും പറഞ്ഞു, ഇന്ന് നേരം വെളുക്കുമ്പോൾ നോമ്പ് നോറ്റ ആളുകൾ ആ നോമ്പ് പിടിച്ചു നിൽക്കട്ടെ. നോമ്പ് നിൽക്കാത്ത ആളുകൾ, ഭക്ഷണം കഴിച്ചവരുണ്ടോ, മഗ്രിബ് വരെ ഒന്നും ഇനി കഴിക്കരുത്, ആശൂറയുടെ ദിവസമാണ് എന്ന് നബി തങ്ങൾ മദീനത്തേക്ക് കയറിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ആശൂറയുടെ നോമ്പ് ഇസ്ലാമിൽ വാജിബായിരുന്നു, പക്ഷെ റമദാൻ വന്നപ്പോ അത് സുന്നത്തായി മാറുകയാണ് ഉണ്ടായത്. റമദാൻ നിർബന്ധമാക്കപ്പെടുന്നത് ഹിജ്റയുടെ 2ാം കൊല്ലമാണ്. 1ാമത്തെ കൊല്ലം നിസ്കാരം, 2ാമത്തെ കൊല്ലം നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നു. റമദാൻ നിർബന്ധമായപ്പോ ആശൂറയുടെ നോമ്പ് നിർബന്ധമല്ലാതെയായി മാറുകയാണ് ഉണ്ടായത് എന്ന് അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ മദീനയുടെ ചുറ്റുഭാഗത്തുള്ള മുഴുവൻ ആളുകൾക്കും ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഫി സ്വഹീഹൈൻ അനിർ റബീഇ റുബയ്യ ബിൻത് മുഅവ്വദ് ബിൻ അഫ്റാഇന്റെ മകൾ റുബയ്യ എന്നവർ ഒരു മഹദിയാണ്. ഖാലത്ത് അർസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗദാത ആശൂറ, ആശൂറയുടെ രാവിലെ നബി തങ്ങൾ അയക്കുകയുണ്ടായി ഇലാ ഖുറൽ അൻസ്വാരില്ലതി ഹൗലൽ മദീന, മദീനയുടെ ചുറ്റും താമസിക്കുന്ന അൻസ്വാരികളുടെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലേക്ക് ആളുകളെ അയച്ചു നബി തങ്ങൾ പറയിപ്പിച്ചു, മൻ കാന അസ്ബഹ സായിമൻ ഫൽയുതിമ്മ സൗമഹ, ഇന്ന് നോമ്പ് നോറ്റവർ ആ നോമ്പ് പൂർത്തിയാക്കണം. വമൻ കാന അസ്ബഹ മുഫ്തിറൻ ഫൽയുതിമ്മ ബഖിയത യൗമിഹി, രാവിലെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച ആളുകളാണെങ്കിൽ ഇനി മഗ്രിബ് വരെ ഒന്നും തിന്നേക്കരുത്, ആ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട്. ഇപ്പൊ റമദാനിൽ എങ്ങനെയാണ്, ഒരാൾക്ക് നോമ്പ് മുറിക്കേണ്ടി വന്നു, എല്ലാവരും പോയി ചായ കുടിക്കുക, പിന്നെ നോമ്പ് നോറ്റ പോലെ ജീവിക്കണം എന്നാണ്, നോമ്പ് നോറ്റ ആളെ പോലെ തന്നെ ആയിരിക്കണം. ഇപ്പൊ നമുക്ക് നാട്ടിലേക്കൊക്കെ പെരുന്നാൾ ഇവിടെ കഴിച്ചിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ നാട്ടിലിപ്പോ നോമ്പായിരിക്കും. ഞാൻ ഇവിടെ ദുബൈന്ന് അല്ലെങ്കിൽ യുഎഇന്ന് അബുദാബിന്ന് പെരുന്നാൾ കഴിച്ചു വരിക, ചോറ് കൊണ്ട് എടുത്തോളിന്ന് അവിടുത്തെ നാട്ടുകാരോട് പറയാൻ പാടില്ല, മിണ്ടാണ്ട് അവരെ പോലെ നോമ്പുകാരനായിട്ട് നിലനിൽക്കണം എന്നാ. നോമ്പ് അയാൾക്കില്ല എന്നറിയാം, പക്ഷേ മുഫ്തിറായിട്ട് നിൽക്കാൻ പാടില്ല, നോമ്പ് മുറിച്ചാളെ പോലെ അവിടെ നിൽക്കരുത്, സ്വായിമിനെ പോലെ നിൽക്കണം എന്നാണ്. ആൾക്ക് നോമ്പില്ലെങ്കിലും നോമ്പ് റമദാന്റെ പവിത്രത. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ അവർക്ക് നോമ്പെടുക്കാൻ പറ്റാത്ത സമയമാണ്, അവർ കൂളായിട്ട് ചോറ് വയ്ക്കാൻ പറ്റൂല, നോമ്പുകാരെ പോലെ തന്നെ നിൽക്കണം എന്നാണ്. നോമ്പ് അവർക്കില്ല, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒരു വെള്ളമോ ഭക്ഷണമൊക്കെ കഴിക്കുന്ന വിരോധം ഉണ്ടായിട്ടല്ല, പക്ഷെ എന്ത് ചെയ്യരുത്,
ആ ഹുർമത്ത് കളഞ്ഞു കുളിക്കരുത്. ഇപ്പൊ കുട്ടികളെ കാണാൻ എന്താ അമ്മ അങ്ങനത്തെ നോമ്പില്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥ വരരുത്. ഒക്കെ ഒളിപ്പിച്ചിട്ടൊക്കെ പറ്റുള്ളൂ. അനുവദിക്കപ്പെട്ടതാണെങ്കിൽ തന്നെയും പ്രത്യക്ഷത്തിൽ നോമ്പുകാരായിട്ട് നിൽക്കണം. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വമൻ കാന അസ്ബഹ മുഫ്തിറൻ ഫൽയുതിമ്മ ബഖിയത യൗമിഹി. അത്രയും നബി തങ്ങൾ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ആശുറയുടെ മുഹറം 10 നോമ്പ്. ഫകുന്നാ ബഅദ ദാലിക നസൂമുഹു. അതുകൊണ്ട് ഞങ്ങൾ അത് നോൽക്കുമായിരുന്നു. വനസൗവിമു സുബിയാനന സിഗാർ. ഞങ്ങളുടെ കൊച്ചുമക്കളെയും നോമ്പ് എടുപ്പിക്കുമായിരുന്നു എന്ന് സ്വഹാബികൾ പറയാം. അവർക്ക് ചെറിയ കളിക്കോപ്പൊക്കെ കൊടുക്കും. അങ്ങനെ ഈ കൊച്ചു കുട്ടികൾ കരയാൻ തുടങ്ങിയാൽ നോമ്പ് തുറക്കണവരെ അവർക്ക് ഉന്നം കോട്ടൺ കൊണ്ടുണ്ടാക്കിയ ചില ടോയ്സ് ഒക്കെ കൊടുത്തിട്ട് കുട്ടികളെ കളിപ്പിച്ചിരുത്തും. നോമ്പ് തുറക്കണവരെ അവർക്ക് ഭക്ഷണം കൊടുക്കൂല. അങ്ങനെ ഞങ്ങൾ എടുത്തിരുന്ന നോമ്പാണ് മുഹറം 10 നോമ്പ് എന്ന് മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാറുണ്ട്. മദീനത്തേക്ക് വന്നപ്പോ അവിടുത്തെ ജൂതന്മാര് നോമ്പെടുക്കുന്നു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ നോമ്പെടുക്കുന്നത്? മദീനക്കാരോട് ചോദിച്ചു, എന്താ മാ ഹാദൽ യൗമുല്ലദീ തസൂമൂന, എന്താ നിങ്ങൾ നോമ്പെടുക്കുന്നത് എന്ന് ജൂതന്മാരോട് ചോദിച്ചു. അപ്പൊ മദീനയിൽ ജൂതന്മാരുണ്ട്, മദീനയിൽ ക്രിസ്ത്യാനികളുണ്ട്. മക്കത്തില്ല, മക്കത്തെ വളരെ എണ്ണാവുന്നവരുള്ളൂ. മദീനത്താണ് അവരൊക്കെ വന്ന് തമ്പടിച്ചത്. അത് വലിയൊരു അത്ഭുതമാണ്. കാരണം ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ മതത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഫലസ്തീനിലാണ്. ജൂതന്മാരുടെ നേതാവെന്ന് അവര് പറയുന്ന നമ്മുടെ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടക്കുന്നത് എവിടെയാണ്? ഫലസ്തീനിലാണ്. മസ്ജിദുൽ അഖ്സ നിങ്ങൾ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖബർ വലതു ഭാഗത്ത്, ചാവുകടലിലേക്ക് പോകുന്ന റൂട്ടിലാണ്, വലതു ഭാഗത്ത് അൽ കസീബിൽ അഹ്മർ. ആ പള്ളിയൊക്കെ ഉഷാറാക്കിയിട്ടുണ്ടോ ഹാരിസ്? ഇപ്പൊ നല്ല അവിടുത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആദ്യം പോയ സമയത്ത് വളരെ മോശപ്പെട്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ജൂലൈയിൽ ഞങ്ങൾ പോയിരുന്നു. അൽഹംദുലില്ലാഹ് അവിടെ റാഹത്ത് നിസ്കരിക്കാനൊക്കെ സിയാറത്ത് ചെയ്യാനൊക്കെ നല്ല സൗകര്യം റാഹത്തൊക്കെ ഉണ്ട്. ഇപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മഖാം അവിടെ ഉണ്ട്. അവിടെ ജൂതന്മാരും വരും, ക്രിസ്ത്യാനികളും വരും, നമ്മളും ചെല്ലുന്നുണ്ട്. മൂസാ നബി അലൈഹി എല്ലാവർക്കും വേണ്ട നബി. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ അങ്ങനെയാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറുള്ളത് മസ്ജിദുൽ അഖ്സ പള്ളിയുടെ തൊട്ടടുത്താണ്. അവിടെ ബസ് നിർത്തിയിട്ട് ഞാൻ ഉള്ളിലൂടെ നടന്നു പോകണം. മാഇദ ഇറങ്ങിയ സ്ഥലമുണ്ട്, അവിടെ ഞങ്ങൾ കണ്ടു അല്ലെ. അൻസിൽ അലൈനാ മാഇദത്തൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണത്തളിക ഇറക്കിത്തരണേ എന്ന് ക്രിസ്ത്യാനികൾ അന്ന് ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു. സൂറത്തുൽ മാഇദല്ലേ ഖുർആനിൽ? അൽ മാഇദ എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണത്തളിക എന്നാണ്. സുപ്ര എന്നതിനർത്ഥം. ഭക്ഷണം നിറച്ചു വെച്ച സുപ്ര ഞങ്ങൾക്ക് ആകാശത്ത് നിന്ന് ഇറക്കിത്തരണമെന്ന്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഫ്ലൈറ്റിലൊക്കെ പോലെ ബിസിനസ് ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ വിരിപ്പൊക്കെ വിരിച്ചെന്നിട്ട് ഭക്ഷണമൊക്കെ വെച്ചില്ലേ? സുപ്ര വിരിച്ചിട്ടൊക്കെ. സുപ്ര വിരിക്കാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ ആകാശത്ത് വെച്ച്. സുബ്ഹാനല്ലാഹ്. അവര് പറഞ്ഞു ഞങ്ങൾക്ക് ആകാശത്ത് നിന്ന് ഭക്ഷണം വേണം, മാൻമെയ്ഡ് അല്ല, അള്ളാഹുവിന്റെ അത്ഭുതകരമായ സംഭവമായിട്ട് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. ഈസാ നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. അള്ളാഹു ഇറക്കി കൊടുത്തൊരു സ്ഥലമുണ്ട്. അത് ഫസ്റ്റ് ഫ്ലോറിലാണ്. മേലോട്ട് കയറി ചെന്നാൽ അവിടെയാണ് ഒരു തിണ്ണയാണ്. അവിടെ ജൂതന്മാരുടെയും നമ്മുടെ ഒരു മെഹ്റാബുണ്ട്, ക്രിസ്ത്യാനികളുടെ സ്വലീബുണ്ട്, കുരിശുണ്ട്. അവിടെ 3 മതവിഭാഗങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ട സ്ഥലമാണ് അതിനർത്ഥം. അവിടെ ആരും പ്രത്യേകം അവിടെ നിസ്കാരം നടക്കൂല. എല്ലാവർക്കും ഒരുപോലെ മിണ്ടാതെന്ന് ആരാധിച്ചു പോകാം. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങി പോയാൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാം ഉണ്ട് അവിടെ. ഖബർ ദാവൂദ് അലൈഹി ഇസ്ലാം, ദാവൂദ് നബിയുടെ ഖബറുള്ളത് അവിടെയാണ്. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ജൂതന്മാർ മുഴുവൻ കിതാബ് എടുത്തിട്ട് ഇങ്ങനെ അവരിങ്ങനെ ആടിയിട്ടാണ് ഓതുക. ജൂതന്മാര് നമ്മളൊക്കെ ദർസിലെ കുട്ടികളൊക്കെ കിതാബ് ഓതുന്ന പോലെ അങ്ങനെ പ്രത്യേകമായ ഒരു ആട്ടത്തിൽ ഇങ്ങനെ ഓതുക. അവരുടെ തൗറാത്ത് വായിക്കൽ അങ്ങനെയാണ്. വലിയ ഷൂട്ടും കോട്ടൊക്കെ ഇട്ട് വന്നൊരു ചെറിയ കുട്ടികളൊക്കെ തൊപ്പി വെച്ചിട്ട് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ആടിയിട്ട് ഇങ്ങനെ ഉറക്കെ എന്തൊക്കെയോ ചൊല്ലി പറയുന്നവർ ഹിബ്രു ഭാഷയിൽ. ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു, നിങ്ങൾ ഉറക്ക ഫാത്തിഹ കൊണ്ട് ഉയർന്നുകൂടി എന്ന് പറഞ്ഞു. ഇത് നമ്മളെ നബിയല്ലേ. പക്ഷെ അവർക്ക് പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. ഞങ്ങൾ ഉറക്കതുമായിരുന്നു അവിടെ. ഉറക്ക ഖുർആനൊക്കെ ഊതിയിട്ട് തന്നെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മളെ കൂടെയുള്ള ഒരു 19 ആളുണ്ടായിരുന്നു. എല്ലാവരും കേൾക്കാത്തക്ക രീതിയിൽ തന്നെ ഞങ്ങൾ ഉറക്ക ആമീൻ പറഞ്ഞു. ഓല അവരുടേതായ ആമി അവിടെ എടുക്കുന്നു. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ അവരും സിയാറത്ത് ചെയ്യുന്നുണ്ട് ഓൺ എ ഡെയിലി ബേസിസ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ മഖാമൊക്കെ വലിയ അത്ഭുതം. അത് ജൂതന്മാരുടെ കൺട്രോളിലുള്ള സ്ഥലമാണ്. അവർക്കാണ് അതിന്റെ അധികാരം. നമുക്കും സിയാറത്ത് ചെയ്യാം. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയുന്നത് ജൂതന്മാരുമായി ബന്ധപ്പെട്ട അവരുടെ ഇപ്പൊ തൗറാത്തിന്റെ ഭാഗമാണ് ജൂതന്മാർ തൗറാത്ത കൊണ്ടുനടക്കുന്നത്. തൗറാത്തിന്റെ ഭാഗമാണ് ദാവൂദ് നബിക്ക് ഇറക്കപ്പെട്ട സബൂർ, സാംസ് ഓഫ് ഡേവിഡ് എന്ന് പറയുന്ന ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ സബൂർ ജൂതന്മാരെ കൊണ്ടുനടക്കുന്നത്. അവരുടെ കിതാബിന്റെ ഭാഗമാണത്. അവരുടെ കിതാബിന്റെ ഭാഗമാണ് ഇപ്പൊ ക്രിസ്ത്യാനികൾ കൊണ്ട് നടക്കുന്ന ഇഞ്ചീലിൽ തന്നെ തൗറാത്തുണ്ട്, സബൂറും ഉണ്ട്. ഈ 3 കിതാബ് കൂടിയത് ഇന്നത്തെ ബൈബിള്. അപ്പൊ അവരുടെ നബിമാർ നമ്മുടേതും സംശയമില്ല. പക്ഷെ അവര് അവകാശം
അവകാശപ്പെടുന്ന നബിമാർ ഈസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിന് ഉയർത്തപ്പെട്ട സ്ഥലം ഫലസ്തീനിലാണ്. ഇന്നും കാണാൻ പറ്റും. അവിടെ ഒരു വലിയൊരു മുനാരം കണക്കെ ഒരു ടവറുണ്ട്. അതിന്റെ ഉള്ളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈസാ നബി അലൈഹിസ്സലാമിന് ആകാശത്തേക്ക് കൊണ്ടുപോയ സ്ഥലം അതാണ്. ജബൽ സൈത്തൂനിന്റെ മുകളിൽ, സൈത്തൂൻ ഒലീവ് മലയുണ്ട്, അതിന്റെ മുകളിലാണത്. സുബ്ഹാനല്ലാഹ്, നമുക്ക് കാണാൻ പറ്റും. ഈസാ നബി എവിടെയാണ്, മൂസാ നബി എവിടെയാണ്, ദാവൂദ് നബി എവിടെയാണ്. ഇങ്ങനത്തെ ആളുകൾ അതൊക്കെ ഉപേക്ഷിച്ച് പിന്നെ എന്തിനാ മദീനത്തേക്ക് വന്നത്? എന്തിന് മദീനത്തേക്ക് വരുന്ന? എത്ര ദൂരെ യാത്ര ചെയ്യണം? എത്ര രസകരമായ എത്രയും നല്ല ക്ലൈമറ്റാണ്. ഇപ്പോ നമ്മൾ ജോർദാനിലേക്ക് കടന്നാൽ തന്നെ ഏറ്റവും നല്ല ക്ലൈമറ്റ്. ഈ ചൂടിൽ നമ്മളിവിടെയൊക്കെ 40-50 ചൂടുള്ള സമയത്ത് ഞങ്ങൾ ജോർദാനിലെത്തിയപ്പോ അവിടെ 25, 23, 22 നല്ല തണുപ്പ്. എന്ത് രസമുള്ള കാലാവസ്ഥ എന്നറിയാം. ഒരു ഹ്യൂമിഡിറ്റി ഇല്ല, ചൂടില്ല, വളരെ റാഹത്തുള്ള സ്ഥലം. അത് കഴിഞ്ഞാൽ നമ്മൾ ഫലസ്തീനിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേൽ ബോർഡറിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അരീഹ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ജെറിക്കോ. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള നഗരം അതാണ്, ജെറിക്കോ നഗരം. ലോകത്തെ ഏറ്റവും പഴക്കമുള്ളത്. BC 5000 നിലനിന്ന നഗരമാണ്. അതിന്റെ അവശിഷ്ടങ്ങളുണ്ട്. അവിടെ ഭയങ്കര ചൂടാണ്. അത് ചാവുകടലിനോട് ചേർന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞ പിന്നെ ഫലസ്തീൻ പൊങ്ങുകയാണ്. ഫലസ്തീനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തണുപ്പാണ്. ഈ ചൂടിൽ അവിടെ തണുപ്പാണ്, നല്ല കാലാവസ്ഥയാണ്. അതുകൊണ്ടാണ് ഒരുപാട് രാജാക്കന്മാർ ഫലസ്തീൻ പിടിച്ചടക്കാൻ വേണ്ടി ഒരുപാട് രാജാക്കന്മാർ കാലാകാലങ്ങളിൽ യുദ്ധം നടന്നിട്ടുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി മുതൽ ചെങ്കിസ് ഖാൻ മുതൽ അവിടെ ചെല്ലാത്ത ഭരണാധികാരികളില്ല. അത്രയും നല്ല ഭൂപ്രകൃതി ഉള്ള സ്ഥലമാണെന്ത് ഫലസ്തീൻ്റെ. അവിടൊക്കെ ഉപേക്ഷിച്ചിട്ട് ഏറ്റവും ചൂടുള്ള ഈ മദീനയിലേക്ക്, ഏറ്റവും ചൂടുള്ള അറേബ്യയിലേക്ക് എന്തിന് ജൂതന്മാർ വന്നു, എന്തിനവർ കടന്നു വന്നു എന്ന ചോദ്യം അത് ചരിത്രത്തോട് ചോദിച്ചാൽ അതിന് കിട്ടുന്ന മറുപടിയുണ്ട്. എന്താണ് ആ മറുപടി? അന്ത്യപ്രവാചകൻ വരുന്ന സ്ഥലം മാ ബൈന ഹറത്തൈൻ, 2 മലകൾക്കിടയിൽ ഈത്തപ്പനകളാൽ നിറയുന്ന ഒരു സ്ഥലത്താണ് അന്ത്യപ്രവാചകൻ വരാൻ പോകുന്നത്. ആ പ്രവാചകനെ സ്വീകരിക്കാൻ ഞങ്ങളുണ്ടാകും എന്ന് പറഞ്ഞ് ഇവരുടെ വല്യാപ്പമാർ യാത്ര ചെയ്തു വന്നതാണ് മദീനത്തേക്ക്. അങ്ങനെയാ മദീനത്ത് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉണ്ടാവുന്നത്. അതിന്റെ മുമ്പ് ജൂതന്മാരും ക്രിസ്ത്യാനികളും മദീനത്തില്ല. അവർ നബിയെ സ്വീകരിക്കാൻ വേണ്ടി വന്നവരാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യപ്രവാചകൻ വരുന്നത് അവിടെയാണെന്ന് അവർക്കറിയുമായിരുന്നു. ഫലമ്മ അതാഹും, അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആ പ്രവാചകനെ ഞാൻ അവർക്ക് കൊടുത്തപ്പോൾ കഫറൂ ബിഹി, അവര് ആ പ്രവാചകനെ വിശ്വസിക്കുകയുണ്ടായില്ല. ഇതാണ് അവർ ചെയ്തത്, വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹും സഅദ് ഇബ്നു ഉബാദ തങ്ങളും സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളും 3 പേരും മദീനക്കാരാണ്. 3 പേരും വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി മക്കത്തേക്ക് ആരും കാണാതെ വന്നു. അഖബ ഉടമ്പടി, അഖബ പാറക്കെട്ടുകളുടെ അരികത്തേക്ക് വന്നു രാത്രിക്ക് രാത്രി. അന്ന് നിബിതങ്ങൾ മക്കയിൽ പ്രയാസം അനുഭവിക്കാൻ, ദുരിതത്തിലാണ്. തങ്ങളോട് പറയുന്ന നബിയെ, അങ്ങ് മദീനത്തേക്ക് വരണം, ഞങ്ങൾ അങ്ങയെ കൊണ്ടുപോകും. മദീന ഹിയ മദീനതുക യാ റസൂലല്ലാഹ്, അത് നിങ്ങളുടെ നഗരമാണ് നബിയെ, അത് നിങ്ങളുടെ നഗരമാണ്. മദീനയുടെ പേര്, മദീന എന്ന് പറഞ്ഞാൽ നഗരം എന്നാണ്. മദീനത്തുൻ നബി, നബിയുടെ നഗരം എന്നാണ് ആ വാക്കിന്റെ പൂർണ്ണരൂപം. അതാണ് അൽ മദീനത്തുൽ മുനവ്വറ, പ്രഭാ ചൊരിയുന്ന പ്രശോഭിതമായ മദീന എന്ന് നമ്മൾ പറയുമ്പോഴും മദീനത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഹബീബായ തങ്ങളുടെ മദീനയാണ്. അത് അവർ വന്ന് പറഞ്ഞാൽ സഅദ് തങ്ങൾ എന്താ അവിടെ പറഞ്ഞത്? അഖബ ഉടമ്പടി നടക്കുമ്പോൾ പറയുന്നുണ്ട്, ഇതാ ഞാൻ നബി തങ്ങൾക്ക് കൈ കൊടുക്കാൻ പോവുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നബിക്ക് കൈ കൊടുക്കുന്നു. ഈ കരാറിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിത്രങ്ങളെ ചിലപ്പോൾ ശത്രുക്കളായി കാണേണ്ടി വരും, നമ്മുടെ ശത്രുക്കളെ മിത്രങ്ങളായി കാണേണ്ടി വരും. ഈ നബിയുടെ ശത്രുക്കൾ ആരോ അവർ നമ്മുടെ ശത്രുക്കളാണ്, ഈ നബിയുടെ മിത്രങ്ങൾ ആരോ അവർ നമ്മുടെ മിത്രങ്ങളായിരിക്കും. ഇത് അല്ലാഹുവിന്റെ റസൂലാണെന്ന് എനിക്കുറപ്പാണ്. എങ്ങനെയെന്നറിയോ? നമ്മുടെ നാട്ടിലെ ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞു തന്ന അടയാളങ്ങളുണ്ടല്ലോ, അത് മുഴുവൻ ഈ നബിയിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ബൈഅത്ത് ചെയ്യാണ്, ധൈര്യമുള്ളവരെന്റെ കൂടെ ബൈഅത്ത് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അഖബ ഉടമ്പടി നടക്കുന്നത്. ആ ഉടമ്പടിക്ക് ശേഷമാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടാകുന്നത്. ഇസ്രാ മിഅ്റാജിന്റെ ശേഷമാണ് ഹിജ്റ ഉണ്ടാകുന്നത്, റസൂലുള്ളാഹി തങ്ങൾ മദീനത്തേക്ക് പോകുന്നത്. അപ്പോ മദീനത്തേക്ക് ചെന്നപ്പോ അവിടെ ജൂതന്മാരുണ്ട്. തങ്ങൾ ചോദിച്ചു, മാ ഹാദൽ യൗമുല്ലദീ തസൂമൂന, നിങ്ങൾ എന്തിനാ നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, ഹാദാ യൗമുൻ അദീം, ഇത് വളരെ ശ്രേഷ്ഠമായൊരു ദിവസമാണ്. അൻജല്ലാഹു ഫീഹി മൂസ വ ഖൗമഹു, മൂസാ നബി അലൈഹിസ്സലാമിനെയും മൂസ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളെയും അല്ലാഹു ചെങ്കടൽ പിളർത്തി രക്ഷപ്പെടുത്തിയ ദിവസമാണിത്.
വഗറഖ ഫിർഔന വഖൗമഹു, ഫിർഔനെയും ഫിർഔനിന്റെ ആളുകളെയും അല്ലാഹു വെള്ളത്തിലേക്ക് മുക്കിത്താഴ്ത്തിയ ദിവസമാണിത്. ഫസ്വാമ മൂസ ശുക്ര, മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ നന്ദി ചെയ്യാൻ വേണ്ടി നോമ്പെടുത്തിട്ടുണ്ട്. ഫനഹ്നു നസൂമുഹു, അതുകൊണ്ട് ഞങ്ങൾ നോമ്പെടുക്കുന്നു. മൂസാ നബി നോമ്പെടുത്തിട്ടുണ്ട്. എന്തേ കാരണം? ഫിർഔനെ നശിപ്പിച്ചത്, ഫിർഔനെ ചെങ്കടലിൽ മുക്കിക്കൊന്നു അല്ലെ. ഫിർഔന്റെ ഡെഡ് ബോഡിയൊക്കെ ഇന്ന് കാണാവുന്ന ലോകത്ത് വലിയ അത്ഭുതമാണ്. നമുക്കൊക്കെ സാധിക്കുമെങ്കിൽ മസ്ജിദുൽ അഖ്സയിലേക്കൊക്കെയുള്ള യാത്രകൾ, ഇന്ത്യൻ പാസ്പോർട്ടിന്റെ ഒരു വില മനസ്സിലാവണമെങ്കിൽ അവിടേക്ക് തന്നെ പോയാലേ അറിയുള്ളൂ. ഇന്ത്യക്കാർക്കേ കടക്കാൻ പറ്റും. അപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾ എന്ന് പറയുന്നവരാണവര്. മൂസാ നബി അലൈഹിസ്സലാമിനെയും ബനൂ ഇസ്രായേലുകളെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തി ഫറോവയെ മുക്കിക്കൊന്നു. ഫറോവയുടെ ഡെഡ് ബോഡി കിടക്കുന്നത് ഈജിപ്തിലാണ്. ഈജിപ്തിൽ ഇതുവരെ പോയ ആളുകളൊക്കെ ഫിർഔനെ കണ്ടിരുന്നത് ഈജിപ്തിലെ കൈറോ നാഷണൽ മ്യൂസിയത്തിലാണ്. നമ്മൾ അബ്ദുറഹ്മാൻ തങ്ങൾ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, വളരെ മനോഹരമായി, വളരെ ഡീറ്റെയിൽഡ്, ഈ രാജ്യങ്ങളിലെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രകാശനം കുറച്ച് കഴിഞ്ഞാൽ നടക്കും. ഇൻഷാ അല്ലാഹ് വളരെ ശരിക്കും കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണത്. അതിപ്പോ ഫിർഔന്റെ ഡെഡ് ബോഡി അടക്കം 20 ഡെഡ് ബോഡികളുണ്ട് അവിടെ. 20 ഡെഡ് ബോഡികൾ ആ ഒരൊറ്റ മ്യൂസിയത്തിനകത്തുണ്ട്. വേറെ ഡെഡ് ബോഡികൾ വേറെ ഉണ്ട്. അതില് കൊച്ചുകുട്ടികളുടേതും മറ്റൊക്കെ ആയിട്ട് വേറെ മമ്മികളുണ്ട്. ഇതൊക്കെ 3000-4000 കൊല്ലം പഴക്കമുള്ള സംഭവങ്ങളാണ്. വലിയ അത്ഭുതമല്ലേ? ഫറോവെ റംസീസ് രണ്ടാമനുണ്ട്, അതാ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഫിർഔൻ. റംസീസ് മൂന്നാമനുണ്ട്, റംസീസ് നാലാമനുണ്ട്. അതിൽപ്പെട്ട ഒരു രാജ്ഞിക്ക് തലക്ക് വെട്ടുകൊണ്ടിട്ട് പല്ലിളിച്ചു നിൽക്കുന്ന രീതിയിൽ കിടക്കുന്ന ഒരു രാജ്ഞിയുണ്ട്. ഒരു യുദ്ധത്തിൽ അങ്ങനെ വെട്ടുകൊണ്ട സമയത്ത് അങ്ങനെ മരിച്ചതായിരിക്കണം എന്നാണ് അനുമാനിക്കുന്നത്. ഫറോവയുടെ തലയിലെ മുടി പോലും ഒഴിഞ്ഞു പോയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അതങ്ങനെ തന്നെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഈ ലോകത്ത് അല്ലാഹു തആല വല്ല പൈസ സംവിധാനങ്ങളോ സൗകര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ യാത്ര ചെയ്ത് കാണേണ്ട സംഗതികളാണ്. നമ്മുടെ ഈമാൻ ഒന്ന് ഉറക്കാനും വിശുദ്ധ ഖുർആൻ പറഞ്ഞ അത്ഭുതങ്ങളൊക്കെ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് കണ്ട് നമ്മുടെ ഈമാൻ ഒന്ന് കട്ടികൂടാനൊക്കെ നല്ലതാണ്. അല്ലാഹു തആല നമ്മുടെ ഈമാൻ അല്ലാഹു ബലപ്പെടുത്തി തരട്ടെ. അവനെ മുക്കിക്കൊന്നത് ചെങ്കടലിലാണ്, നൈൽ നദിയിലല്ല. ചെങ്കടലിൽ അല്ലാഹു മുക്കിക്കൊന്നു. ബനൂ ഇസ്രായേലുകൾ അവരുടെ മുമ്പിൽ രക്ഷപ്പെട്ടു. മൂസാ നബി അലൈഹിസ്സലാം അനുയായികൾ രക്ഷപ്പെട്ടു. ഫറോവ പിന്നിലൂടെ വന്നു, വെള്ളം കൂടിച്ചേർന്നു. അതിനാണ് എക്സോഡസ് എന്ന് പറയാം. ബൈബിൾ പുസ്തകത്തിൽ, ആവർത്തന പുസ്തകത്തിൽ എക്സോഡസ് ഉണ്ട്. നമ്മുടെ പഴയ നിയമത്തിൽ എക്സോഡസ് ഉണ്ട്. എക്സോഡസ് എന്ന് പറഞ്ഞാൽ കടലിൽ പിളർന്ന സംഭവം നമ്മളീ പറയുന്ന ചരിത്രമാണ്. അത് ജൂതന്മാർ വിശ്വസിക്കുന്ന ചരിത്രം, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ചരിത്രമാണ്. എക്സോഡസ് എന്നാണ് ഇതിന് പറയാ ഇംഗ്ലീഷിൽ. മലയാളത്തിൽ എന്താ പറയല് എനിക്ക് അറിയില്ല, ഇതിന്റെ ഒരു വിവർത്തനം ഉണ്ടാവും, എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തായിരുന്നാലും ആ സംഭവം നടന്നത് മുഹറം 10 നബിയെ എന്ന് നബി തങ്ങളോട് മദീനയിലെ ജൂതന്മാർ റസൂലുള്ളാഹി തങ്ങളോട് പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് നബി തങ്ങൾ പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അതിന് മറുപടി കൊടുത്തു. ഈ ഹദീസ് സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുമുണ്ട്. സ്വഹീഹയിൽ വന്ന ഹദീസാണ്. ഫനഹ്നു അഹഖു ഔലാ ബിമൂസാ മിൻകും, നിങ്ങളെക്കാളും മൂസ നബി അലൈഹിസ്സലാമിനോട് ബന്ധപ്പെട്ടത് ഞങ്ങളാണ്. ഫസ്വാമഹു റസൂലുള്ളാഹ്, അങ്ങനെ നബി തങ്ങൾ ആ നോമ്പെടുത്തിട്ടുണ്ട്. വഅമറ ബിസ്യാമിഹി, ആ നോമ്പെടുക്കാൻ നബി തങ്ങൾ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം തങ്ങളും ഒത്തുറിപ്പോർട്ട് ചെയ്തത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് എല്ലാവർക്കും നോമ്പെടുക്കണം ഇൻഷാ അല്ലാഹ്. പ്രത്യേകിച്ച് നോമ്പെടുക്കുക, അതിന്റെ തലേയൊരു ദിവസം നോമ്പെടുക്കും. സൂമു തസിഹു, ഒരുപാട് ഡയറ്റ് ഭക്ഷണ നിയന്ത്രണ പരിപാടികൾ ചെയ്യുന്നുണ്ടല്ലോ. സൂമു തസിഹു, നിങ്ങൾ നോമ്പെടുത്തോളൂ, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പെടുത്തോളൂ, ആരോഗ്യം ഉണ്ടാവും. സൂമു തസിഹു, സ്വീകരിക്കട്ടെ. ഫനഹ്നു അഹഖു വഔലാ ബിമൂസാ മിൻകും, മൂസ നബി അലൈഹിസ്സലാം ഞങ്ങളുടെ നബിയാണ്. ഞങ്ങൾ മൂസ നബിയെക്കാളും മൂസ നബിയോട് നിങ്ങളെക്കാളും ഞങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത് നോമ്പെടുക്കാൻ ബാധ്യസ്ഥരാണെന്ന് പറയുകയും തങ്ങൾ നോമ്പെടുക്കുകയും ചെയ്തു. നോമ്പെടുക്കാൻ വഅമറ ബിസ്യാമിഹി, ആ നോമ്പെടുക്കാൻ നബി തങ്ങൾ കൽപ്പിക്കുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അശ്റാഇന്റെ നോമ്പ്. ഷഹ്റുൽ ഹറാമി മുബാറകും മൈമൂനു والصوم فيه مضاعف مسنون وثواب صائمه لوجه إلهه في الخلد عند مليكه مخزون.
അല്ലാഹുവിന്റെ വളരെ ശ്രേഷ്ഠമായൊരു മാസം, പുണ്യമായൊരു വർഷം ആരംഭിക്കുകയാണ്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുമായിരുന്നു, മാ റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറ സിയാമ യൗമിൻ ഫദ്ദലഹു അലാ ഗൈരിഹി ഇല്ലാ ഹാദൽ യൗം യൗമ ആശൂറാ വഹാദ അശ്ശഹ്റ യഅനി ശഹ്റു റമളാൻ. മുത്തനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രേഷ്ഠത മനസ്സിലാക്കിയെടുത്ത നോമ്പ് റമളാൻ നോമ്പെടുത്തിട്ടുണ്ട്. റമളാൻ അല്ലാത്ത സമയങ്ങളിൽ നബി തങ്ങൾ വളരെ കൂടുതൽ നോമ്പെടുത്തത് മുഹറം മാസത്തിലുണ്ട്. ആ മുഹറത്തിലെ ആശൂറാന്റെ ദിവസം പ്രത്യേകിച്ചും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹൈനിൽ ബുഖാരിയും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ്, ബുഖാരി തങ്ങളുടെയും മുസ്ലിം തങ്ങളുടെയും സ്വഹീഹിൽ അൻ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, കാന യൗമ ആശൂറ തസൂമുഹു ഖുറൈശ്. ഖുറൈശികൾ നോറ്റിരുന്ന നോമ്പാണ് ആശൂറയുടെ നോമ്പ് ഫിൽ ജാഹിലിയ്യ, ഇസ്ലാമിന്റെ മുമ്പ് തന്നെ. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമുഹു ഫിൽ ജാഹിലിയ്യ. നബി തങ്ങൾ നബിയാകുന്നതിന്റെ മുമ്പ് ആശൂറയുടെ നോമ്പ് നോറ്റിട്ടുണ്ട്. ഫലമ്മാ ഖദിമൽ മദീനത സ്വമഹു, മദീനയിലെത്തിയപ്പോൾ നബി തങ്ങൾ ആ നോമ്പെടുത്തു. വഅമറ ബിസ്വിയാമിഹി, ആ നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഫലമ്മാ ഫുരിദ റമളാൻ ഫർലാക്കപ്പെട്ടപ്പോൾ തറക യൗമ ആശൂറ, ആശൂറയുടെ നോമ്പിനെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അതായത് നിർബന്ധമായില്ല. ഫമൻ ശാഅ സ്വമഹു വമൻ ശാഅ തറക, വേണ്ടവർക്ക് എടുക്കാം, വേണ്ടവർക്ക് ഒഴിവാക്കാം. പക്ഷെ മുമ്പ് അങ്ങനെയായിരുന്നില്ല. റമളാൻ ആകുന്നവരെ ആശൂറ നിർബന്ധമായി തങ്ങൾ നോറ്റിരുന്നു. റമളാൻ നിർബന്ധമായതിന്റെ ശേഷം ആശൂറയുടെ നോമ്പ് സുന്നത്തായി മാറുകയാണ് ഉണ്ടായതെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഹദീസ് സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും കാണാൻ കഴിയും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമായ സമയങ്ങൾ തരികയാണ്. നോക്കി, ഹജ്ജ് കഴിഞ്ഞപ്പോഴേക്കും മുഹറം, അത് കഴിഞ്ഞ പിന്നെ റബീഉൽ അവ്വൽ വരും, അത് കഴിഞ്ഞ് കുറച്ചൊരു ഇടവേള, അപ്പോഴേക്കും റജബായി, ഷഅബാനായി, റമളാനായി, സുബ്ഹാനല്ലാഹ്. പിന്നെ ഒരു ശവ്വാൽ പെരുന്നാളും കഴിഞ്ഞ് ദുൽഖഅദയും കഴിഞ്ഞ് ദുൽഹിജ്ജയായി. ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കാൻ, ഇടക്കിടക്ക് ഇങ്ങനെ റീചാർജ് ചെയ്യാനുള്ള സമയം അല്ലാഹു തആല വെച്ചിരിക്കുകയാണ്. ഹജ്ജ് കഴിഞ്ഞ് ഇങ്ങനെ റിലാക്സ് ആയി ഇങ്ങനെ നിൽക്കുമ്പോൾ അതാ വരുന്നു മുഹറം 10 ആവുന്നു, അല്ലേ? സുബ്ഹാനല്ലാഹ്. പെരുന്നാൾ കഴിഞ്ഞ് കറക്റ്റ് ഒരു മാസം കഴിയുമ്പോഴേക്കും മുഹറം 10 വരികയാണ്. അപ്പോ ആ നോമ്പൊക്കെ എടുക്കുക, റൂമിലുള്ള ആളുകളൊക്കെ പരസ്പരം ഓർമ്മിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് തെളിവുണ്ടോ വെച്ച് വരേണ്ട, ഒരുപാട് തെളിവുള്ള സംഭവമാണ് ഈ മുഹറത്തിന്റെ നോമ്പുകളൊക്കെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് വിചാരിച്ചത് കണ്ട് ഈ തെളിവുണ്ടോ ചോദിക്കുന്ന ഒരു നോമ്പ് കൊടുക്കൊന്നുമില്ല, വെറുതെ ചോദിക്കുകയാണത്. സ്ലിപ്പാക്കാൻ വേണ്ടി ചോദിക്കാന്ന് അറിയില്ലേ? ഉണ്ടെങ്കിൽ നോൽക്ക, എത്ര ഉള്ളതുണ്ട് നോക്കൂല, വെറുതെ തർക്കിക്കുന്നോട് അങ്ങനെ തർക്കിച്ച് ജീവിക്കൂ. അവർക്ക് അങ്ങനെ അതൊരു രസമാണ്. അപ്പൊ അത് നോക്കണ്ട, അമലെടുത്തോളൂ, എടുത്താ ഉണ്ടാവും. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹാ യദുല്ലു അലാ അന്ന സൗമ ഹാദൽ യൗമി കാന ഇൻദഹും മഅലൂമ അശ്ശർഇയ്യത്തി വൽ ഖദർ വലഅല്ലഹും കാനൂ യസ്തനിദൂന ഫീ സൗമിഹി ഇലാ അന്നഹു മിൻ ശരീഅത്തി ഇബ്രാഹീം വ ഇസ്മാഈൽ. ഞാൻ പറഞ്ഞല്ലോ, ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിന്റെ ഇബ്രാഹിം നബിയുടെയോ ശരീഅത്തിൽ നിന്ന് അറബികൾ പഠിച്ചു വെച്ചതാവണം ഈ ആശൂറയുടെ നോമ്പ് എന്നാണ് ഇമാം ഖുർത്തുബി തങ്ങൾ മുഫസ്സിറാൻ മഹാനവറുകൾ പറയുന്നത്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പുണ്യമായും നോൽക്കാൻ വേണ്ടി പറഞ്ഞൊരു നോമ്പ് ആശൂറയുടെ നോമ്പാണ്. തങ്ങൾ അത് നിരന്തരം നോറ്റുവന്നു. അങ്ങനെ തങ്ങളുടെ വഫാത്തിനോടടുത്ത സമയം റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോ മുഹറം വന്നു. അത് കഴിഞ്ഞ് റബീഉൽ അവ്വൽ തങ്ങൾ വഫാത്താകുന്നു. ആ മുഹറത്തിൽ തങ്ങൾ നോമ്പെടുക്കുമ്പോ സ്വഹാബിമാര് പറഞ്ഞു, നബിയെ, ഇത് ജൂതന്മാർ ആഘോഷമായി കൊണ്ടു നടക്കുന്ന ദിവസമാണല്ലോ, അവർക്കത് പെരുന്നാളാണ്. ആ പെരുന്നാളിന്റെ ദിവസം നമ്മളിത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെയാണോ? എന്നാൽ നമ്മൾ അവരോട് എതിർ നിൽക്കണം. അതായത് ജൂതന്മാരുടെ ആചാരം നമ്മൾ കൊണ്ടു നടക്കില്ല. അതുകൊണ്ട് അടുത്തൊരു വർഷം കൂടെ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ 9 നോമ്പെടുക്കും. അങ്ങനെ 10. അവര് 10 നോമ്പെടുക്കുന്നവരാണ്. നമ്മൾ അവരെ പോലെ ആയിക്കൂടല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ മുമ്പ് ഒരു ദിവസം കൂടെ നോമ്പെടുക്കണം. അങ്ങനെ 9, 10, എനിക്ക് 9 നോമ്പെടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞു. പക്ഷേ പിറ്റത്തെ വർഷം തങ്ങൾ വഫാത്താവുകയാണ് ഉണ്ടായത്. തങ്ങൾക്ക് നോമ്പെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് 10, അതിനാണ് താസുആ എന്ന് പറയാം. 9 താസുആ, 10 ആശൂറ, താസിഅ ആശിർ, അല്ലെ? 9 ആശറ എന്ന് പറയില്ലേ? അതിൽ നിന്നാണ് താസുആ ആശൂറ എന്ന് വന്നത്. തങ്ങൾ നോമ്പെടുക്കാൻ ആഗ്രഹിച്ചു. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ മദ്ഹബിന്റെ ഇമാമൊക്കെ ഈ ഹദീസ് വെച്ചുകൊണ്ടാണ് പറയുന്നത്, വളരെ പ്രബലമായ സുന്നത്ത് 9ഉം 10ഉം എടുക്കലാണ്. 9ഉം 10
പറ്റും. എന്നാൽ 9, 10, 11 എടുക്കാം. 10 മാത്രം എടുത്തെന്ന് വിചാരിച്ചിട്ടും കുഴപ്പമില്ല. പക്ഷേ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടത് അതിന്റെ മുമ്പ് ഒരു ദിവസം, അത് കഴിയാത്തവർ അതിന്റെ ശേഷം ഒരു ദിവസം, അങ്ങനെ ആയിരിക്കണം. അങ്ങനെ നബി തങ്ങൾ അവസാനത്തെ ആ സമയത്താണ് തങ്ങളോട് ഈ വിഷയം ഉണർത്തപ്പെടുന്നത്. ആ സമയത്താണ് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖാലഫത്തു അഹ്ലിൽ കിതാബി ഫീ സിഫത്തി സിയാമിഹിം, അവരുടെ നോമ്പിന്റെ വിഷയത്തിൽ അവർക്ക് എതിരെ നിൽക്കണം, അവരെപ്പോലെ ആയിപ്പോവരുത്. അങ്ങനെ പല വിഷയങ്ങളുണ്ടല്ലോ. മുശ്രിക്കീങ്ങൾ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്തുകൂടെന്നാണ്. പല ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അവരോട് എതിർ നിൽക്കാൻ വേണ്ടി തങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നോമ്പിന്റെ പ്രത്യേകത സൗമു അശൂറ, സൗമു യൗമി അശൂറ യുകഫിറു സനതൻ മാദിയതൻ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ നമ്മുടെ ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു തരും. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. വൻദോഷങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് പുറത്തിരണമെങ്കിൽ അല്ലാഹുവിന്റെ കാരുണ്യം വേണം, അല്ലെങ്കിൽ തൗബ വേണം. തൗബ നിർബന്ധമാണ് വൻപാപങ്ങൾ പൊറുക്കപ്പെടാൻ. ചെറുദോഷങ്ങൾ ഈ നോമ്പ് കൊണ്ട് പൊറുപ്പിക്കപ്പെടും. പെണ്ണുങ്ങൾക്ക് അല്ലാഹ് ആയി പോയിട്ടുണ്ടോ, നിയ്യത്ത് ചെയ്താൽ സുന്നത്തും കിട്ടും, ഫർളും കിട്ടും, രണ്ടും കിട്ടും. ഈ മാസം മുഴുവൻ നോമ്പെടുക്കാൻ പറ്റുന്നവരങ്ങ് നോമ്പെടുക്കാം. ആദ്യത്തെ 10 ദിവസം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. 9, 10, 11 എടുക്കാം. പിന്നെ ഈ മാസത്തെ 13, 14, 15, പിന്നെ വരുന്ന അതിനിടയിൽ വരുന്ന ഓരോ തിങ്കളും വ്യാഴവും, ഇങ്ങനെയൊക്കെ സൗകര്യപ്പെടുന്നവരൊക്കെ എന്ത് ചെയ്യാം, നോമ്പെടുക്കുക. നമ്മളെന്നാലും വെയിലത്ത് ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ കഴിയില്ല എന്ന് വന്നേക്കാം. പുറത്ത് വെയിലുള്ള ജോലി ചെയ്യുന്നവരുണ്ടാവും കേട്ടോ, അവരെ പറ്റില്ല പറയുന്നത്. അല്ലാതെ നമ്മളൊരു വെയിൽ കൊള്ളാതെ നോമ്പെടുക്കാൻ നമുക്ക് ജോലി ചെയ്യാൻ സൗകര്യമുണ്ടോ, ഇൻഷാ അല്ലാഹ് പറ്റുന്നവരൊക്കെ എന്ത് ചെയ്തോളൂ, നോമ്പ് വർദ്ധിപ്പിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അതൊരു തൗഫീഖാണ്. അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞു തൗഫീഖ് തരട്ടെ എന്ന് ചോദിക്കും. അല്ലാഹുവിനോട് തൗഫീഖ് ചോദിക്കും, ഉടച്ചവനെ എനിക്കതിന് തൗഫീഖ് താ ഉടച്ചവനെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യുകഫിറു സനതൽ മാദിയത വൽ ബാഖിയ. അറഫയെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്, കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനുള്ള ഒരു വർഷത്തെയും തെറ്റുകൾ അല്ലാഹു പുറത്തു തരും. തെറ്റു പൊറുക്കാൻ എത്രയാണ് അല്ലാഹു വഴിവെച്ചത് റബ്ബേ, എത്ര വഴികളാണ്, എത്ര വഴികളുണ്ടെന്നറിയോ? ഒരു ഹദീസ് എന്നെ കൂടെ ചേർത്ത് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു മജ്മുഇൽ ഈ വിഷയം തിരിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. മാ മിൻ ഇംറിഇൻ മുസ്ലിമിൻ തഹ്ദുറുഹു സ്വലാത്തുൻ മക്തൂബ, ഫർളായ നിസ്കാരം ആസന്നമാവുകയും വയുഹ്സിനു വുദൂഅഹാ, ശരിക്കും വുദൂ എടുക്കുക, ധൃതി പിടിച്ചിട്ടല്ല, വളരെ മനോഹരമായി വുദൂ എടുക്കുക ഫർള് നിസ്കാരത്തിന്. വഖുശൂഅഹാ, നിസ്കാരം ധൃതി പിടിച്ച് നിസ്കരിക്കാണ്ട് സമാധാനത്തിൽ നിസ്കരിക്കുക. വറുകൂഅഹാ, ആ റുകൂഅ്, സുജൂദ്, ഇഅ്തിദാൽ, ഇതെല്ലാം വളരെ ശാന്തമായിട്ട് സാവകാശം ഒരാള് നല്ല റാഹത്തിൽ വുദൂ എടുത്തിട്ട് ആ നിസ്കാരം അങ്ങനെ നിർവഹിക്കുകയാണെങ്കിൽ ഇല്ലാ കാനത് ലഹു കഫാറത്തൻ ലിമാ ഖബ്ലഹാ മിനൽ ദുനൂബ്, അതിന്റെ മുമ്പ് കഴിഞ്ഞു പോയ തെറ്റുകളെല്ലാം അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കും. മാലം തുഅത കബീറ, വൻപാപങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ കഴിഞ്ഞ എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. വദാലിക ദഹ്റ കുല്ല, കാലം മുഴുവൻ അങ്ങനെ തന്നെ ശരിക്കും വുദൂ എടുത്തിട്ട് റാഹത്തിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് ചെറുദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുന്നു. കണ്ണുകൊണ്ട് കണ്ട തെറ്റുകളൊക്കെ വുദൂവിന്റെ ഭാഗമായി വുദൂവിന്റെ വെള്ളം മുഖത്തേക്കാക്കിയാൽ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കിയത് അല്ലാഹു പുറത്തു കൊടുക്കുന്നുണ്ട്. ആ ഓർമ്മ വേണം. ഇബാദത്തായി ചെയ്യണത് ഈ വെള്ളത്തോട് അല്ലാഹു എനിക്ക് പുറത്തു തരാൻ പോകണം, അല്ലാഹു പുറത്തു തരുന്നൊരു ഇബാദത്താണിത്. അങ്ങനെ കൈ കഴുകുമ്പോ കൈ കൊണ്ട് ചെയ്തു പോയത് അറിയാതെ പറ്റിപ്പോവാണ്. അങ്ങനത്തെ വിഷയങ്ങളാണ്. അല്ലാഹു തആല നമുക്ക് പുറത്തു തരട്ടെ. അപ്പൊ നിസ്കരിക്കുമ്പോൾ കഴിഞ്ഞുപോയ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെന്താ, അസ്വലവാത്തുൽ ഖംസു വൽ ജുമുഅതു ഇലൽ ജുമുഅ, 5 നിസ്കാരവും 5 നേരത്തെ നിസ്കാരങ്ങളും ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരേക്കുള്ള സമയം. കഫാറത്തുൽ ലിമാ ബൈനഹുമാ മാ ലം തുഗ്ശൽ കബായിർ, വൻദോഷങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ഇടക്കുള്ളത് ഒരു ജുമുഅക്ക് ചെന്നു അടുത്ത ജുമുഅ ആവുമ്പോഴേക്കും കഴിഞ്ഞൊരു ജുമുഅക്കിടയിലെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്. വൽ ഉംറതു ഇലാ ഉംറ, ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെ. റമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ ഉള്ള പാപങ്ങളൊക്കെ അല്ലാഹു തആല ആ റമളാൻ കൊണ്ട് പുറത്തു കൊടുക്കുന്നുണ്ട്, ആ ഉംറ കൊണ്ട് പുറത്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വാസിലു ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജ് ഉംറയും സൗകര്യപ്പെടുന്നവരെന്ത് ചെയ്യണം, ഇടക്കിടക്ക് ചെയ്യണം. എല്ലാ കൊല്ലം ചെയ്യണമെന്നതിന്റെ അർത്ഥം പറ്റുന്നവരെന്ത് ചെയ്യുക, ഇടക്കിടക്കൊന്ന് ഓർമ്മിപ്പിക്കണം. 3 കൊല്ലം മിനിമം, 3 കൊല്ലത്തിനിടയ്ക്ക് ഒരു ഹജ്ജോ ഉംറയോ ചെയ്തിട്ട് കഅബയെ ഒന്ന്
കണ്ടുവരണമെന്ന. 3 വർഷത്തിലേറെ ഗ്യാപ്പ് എടുക്കരുത്. സൗകര്യമുള്ള ആളുകൾ, സൗകര്യമുള്ളവരെ സംബന്ധിച്ച് പറയാം 3 വർഷം അത് വലിയൊരു മാക്സിമം വലിയൊരു ഗ്യാപ്പാണത്. അത് കഴിഞ്ഞാൽ 3 വർഷമായിട്ടും എന്നെ ഒരാൾ വന്ന് സന്ദർശിച്ചില്ലെങ്കിൽ അവരെന്നോട് പിണങ്ങിയോ എന്ന് ഞാൻ വിചാരിക്കുമെന്ന് അല്ലാഹു ജല്ല ജലാലു. അപ്പൊ കഅബത്തിന്റെ അടുത്തേക്ക് 3 കൊല്ലമായിട്ട് വന്നിട്ടില്ലെങ്കിൽ എന്നോട് പിണക്കം തോന്നിയോ? കഴിവുള്ളവര്, സൗകര്യപ്പെടുന്നവരോട് അവരെ സംബന്ധിച്ചാണ് പറയുന്നത് കേട്ടോ. അല്ലാത്തവർക്ക് ഇത് ബാധകമല്ല. അള്ളാഹു നമുക്കൊക്കെ ഇടക്കിടക്ക് അവിടെ ചെല്ലാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ.